പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന. കൈകൾ വീശി ഒന്ന് ചേർന്ന് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന ആരാധന ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപര മാതാവേ, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. കൃപാസനത്തിലെ തിങ്കളാഴ്ച ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം, പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ചകളിലെ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിയിലും അന്ത്യയിലും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ നടക്കുന്ന ആരാധനയിൽ ഭക്തിപൂർവം പങ്കെടുത്തുകൊണ്ട് വിവിധ രാജ്യങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയണമേ. ഈശോയെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ അവരായിരിക്കുന്ന ഇടങ്ങളെയും അങ്ങ് ശക്തീകരിക്കണമേ. പല വിചാരം കൂടാതെ കർത്താവിന്റെ കൃപയിലെ ജാഗ്രതയോടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ അവരെ നിരക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിയിലും അന്ത്യയിലും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. എൻ്റെ പേര് ജിജിൻ സതീഷ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് കാര്യവട്ടത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടിയിലുള്ള ആൾ തന്നെയാണ്. ഇന്ന് പുതുക്കിയിട്ടുമുണ്ട്. സ്റ്റിൽ ആക്റ്റീവ്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് കൃത്യം 3 മാസം കഴിയുമ്പോഴാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. ആദ്യം അമ്മ വരുന്ന സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നു. ഞങ്ങൾ 3 പേര് പുറത്തുണ്ടായിരുന്നു. അമ്മ മാത്രം വന്ന് ഉടമ്പടി എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. തിരിച്ച് വൈകുന്നേരം വീടെത്തിയപ്പോൾ എന്താ പറയുക, ഞാൻ വീട്ടിൽ ചെന്ന് കയറുന്ന സെക്കൻഡ്സ് മുതൽ എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നിടത്തല്ല എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ റൂമിലും എൻ്റെ ബാൽക്കണിയിലും ഒക്കെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്കിത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അമ്മയ്ക്കത് ഫീൽ ചെയ്യുന്നില്ല, അനിയത്തിക്കില്ല, പപ്പയ്ക്കില്ല, എൻ്റെ വീട്ടിൽ ആർക്കും ഇത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് മാത്രമാണ് ഈ സെൻസേഷൻ വരുന്നത്. രാത്രി ഉറങ്ങുന്നവരെ എനിക്ക് ഈ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം റിക്കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എൻ്റെ ചിന്ത ഇതായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ സെൻസേഷൻ വന്നു, എൻ്റെ വീട്ടിൽ ആർക്കും വന്നിട്ടില്ല. അപ്പോൾ അമ്മ മാതാവിൻ്റെ പ്രസൻസ് മിക്കവാറും പേർക്ക് അറിയിക്കുന്നത് മുല്ലപ്പൂവിൻ്റെ ഗന്ധത്തിലൂടെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അന്ന് രാത്രി ഉറങ്ങുമ്പോഴും മൊത്തം എനിക്ക് ഉറക്കം വന്നില്ല. എൻ്റെ ഉറക്കത്തിൽ മൊത്തം, എൻ്റെ ഓർമ്മയിൽ മൊത്തം ഇതായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് തന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തോന്നലൊന്നു, ഞാനും ഉടമ്പടി എടുക്കേണ്ട ആളാണ്, ഒരുപക്ഷെ അമ്മ എന്നെ വിളിക്കുന്നതുകൊണ്ടാവാം ഈ സെൻസേഷൻ എനിക്ക് മാത്രം തന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ എൻ്റെ അമ്മ തൊട്ടടുത്ത തവണ ഉടമ്പടി പുതുക്കാൻ വരുന്ന ടൈമിൽ ഞാനും ഉടമ്പടിയിലായി. എൻ്റെ ഡിഗ്രിയുടെ 5 സെമസ്റ്റർ, ഞാൻ ഡിഗ്രി ഫോറൻസിക് സയൻസാണ് പഠിച്ചത്. 5 സെമസ്റ്റർ വരെ വളരെ സ്മാർട്ടായിട്ട് പഠിച്ചു നല്ല മാർക്കോടുകൂടി പാസ്സായിരുന്ന ഒരാളാണ്. എവിടെയാണ് എനിക്ക് പഠിച്ചതെന്ന് എനിക്ക് ഇന്ന് വരെ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ ഫൈനൽ സെമസ്റ്ററിൻ്റെ എക്സാം എഴുതി വീട്ടിൽ വന്ന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു സബ്ജക്റ്റ് പോയി. ഈ ഒരു സബ്ജക്റ്റ്
നോർമൽ എല്ലാവർക്കും വരുന്ന കാര്യമല്ലേ, അടുത്ത തവണ എഴുതിയെടുക്കാം. ഉടമ്പടി ഓൺ ഗോയിങ്, ഞാൻ വരുന്നുണ്ട്, പുതുക്കുന്നുണ്ട്. നിയോഗത്തിൽ ഇത് വയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കിത് എഴുതിയെടുക്കാമെന്നൊരു എന്താ പറയുക, പാടില്ലാത്തൊരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ തവണ എഴുതി കിട്ടിയില്ല, മൂന്നാമത്തെ തവണ എഴുതി കിട്ടിയില്ല. അങ്ങനെ എഴുതി 5 തവണ ഞാൻ എഴുതി. 5 തവണ എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല. അവസാനത്തെ തവണ, ഈ കഴിഞ്ഞ തവണ ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഈ ഉടമ്പടി ഉപ്പിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. ഉടമ്പടി ഉപ്പ് പ്രയോഗിച്ചാൽ, ഉടമ്പടി തൈലം പ്രയോഗിച്ചാൽ ഇതിനുള്ള റിസൾട്ട് കിട്ടും. എന്തോ എൻ്റെ മനസ്സുകൊണ്ട് എക്സാം ഹാളിൽ നിലത്ത് ഇത് വിതറിയിട്ട് പോയി പരീക്ഷ എഴുതണമെന്ന് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ ജെയിൻ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഹൈ സെക്യൂരിറ്റിയിലാണ് എക്സാം എഴുതണത്. 10 പേർക്ക് 2 ഇൻവിജിലേറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് എക്സാം ഹാൾ. അപ്പോൾ അത്രയും അധികം ഇൻവിജിലേറ്റേഴ്സ് തന്നെ ഹാളിലുണ്ട്. നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെങ്ങനെയായാലും അതെടുത്ത് പുറത്ത് വയ്ക്കാൻ പറ്റും, നമ്മുടെ കയ്യിൽ സമ്മതിക്കത്തില്ല. ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ജപമാലയ്ക്കുള്ളിൽ കാശ് രൂപം കെട്ടിയിടുക. അപ്പം അത് ഞാൻ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് ഇത് കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഉപ്പ് എങ്ങനെ സേഫായിട്ട് അതിനകത്ത് എത്തിക്കാമെന്നുള്ള ആലോചിക്കുമ്പോഴാണ് കുടിക്കാനുള്ള വെള്ളം അലൗഡാണ്. കുടിക്കാനുള്ള വെള്ളത്തിൽ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി ഉപ്പ് കലക്കിയിട്ട് എക്സാം ഹാളിൽ കൊണ്ടുപോയി പരീക്ഷ എഴുതി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും സ്മാർട്ടായിട്ടുള്ള പരീക്ഷ എഴുതാൻ പറ്റി. എൻ്റെ കൺമുമ്പിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ ചെവിയിൽ എനിക്ക് കേൾക്കാവുന്ന വിധത്തിൽ ലൗഡായിട്ട് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഇറ്റ്സ് എ ഫീമെയിൽ വോയിസ്. ഒരു ഫീമെയിൽ വോയിസിൽ ആ ഉത്തരങ്ങൾ എനിക്ക് കേൾക്കാവുന്ന വിധത്തിലായിരുന്നു. ഇപ്പം ഞാൻ പാസ്സായി. ഇന്ന് റിസൾട്ട് വന്നിട്ട് 3ാമത്തെ ദിവസമാണ്. ഏറ്റവും അവസാനത്തെ തവണ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഹാൾ ടിക്കറ്റും എല്ലാമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ കൈവപ്പ് വെച്ചു. അച്ഛനൊരു കാശ് രൂപം തന്നു. അപ്പം ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസൾട്ട് വന്ന ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇവിടെ വന്ന് സാക്ഷ്യം ഉണ്ടാകുമെന്ന്. 3 ദിവസം മുമ്പാണ് റിസൾട്ട് വന്നത്. ഞാനിത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിനേക്കാൾ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം, ഏറ്റവും ലാസ്റ്റ് ഉടമ്പടി പുതുക്കാൻ ഞങ്ങൾ ഫാമിലിയായിട്ട്, ഞങ്ങളെപ്പോഴും കാറിൽ തന്നെ ട്രിവാൻഡ്രം തിരിച്ചു പോകണേ. അപ്പോൾ വരുന്ന ടൈമിൽ ഇപ്പം ലാസ്റ്റ് വന്നപ്പോൾ തിരിച്ച് പോകുന്ന സമയത്ത് എനിക്ക് നല്ല ഉറക്കമുണ്ട്. അമ്മയും അനിയത്തിയും അപ്പനും ഒക്കെ വണ്ടിയിലുണ്ട്, അവരെല്ലാവരും നല്ല ഉറക്കമായി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് കൃപാസന മാതാവിനോടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. അമ്മ എനിക്ക് തലവേദന എടുക്കുന്നത് ശരിയാവണില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കാഷ്വലായിട്ട് സംസാരിക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയണം, അമ്മ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞങ്ങളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ട്രിവാൻഡ്രം വരെ പോകാനുള്ളതാണ്. ഇത് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നമ്മുടെയൊക്കെ സ്നേഹമുള്ള ഒരു വാത്സല്യത്തോടെ ഇങ്ങനെ തലോടുന്ന പോലെ 3 തവണ എനിക്കിങ്ങനെ ഒരു തലോടൽ കിട്ടി. ഞാൻ ഡ്രൈവ് ചെയ്യാണ്, ഇത് അമ്മയാണെന്ന് എനിക്കൊരു ഫീല് വരണില്ല. അതൊന്നും ചിന്തിക്കാനുള്ള അറിവോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള സെൻസോ ഒന്നും നമുക്കില്ല. പക്ഷെ ഒരു 2 സെക്കൻഡ് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ബാക്കിലുള്ള ആൾക്കാരെ നോക്കാൻ തോന്നി. ഞാൻ മിററിൽ കൂടെ നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഉറക്കമാണ്, പപ്പ ഉറക്കമാണ്, അനിയത്തി ഉറക്കമാണ്. അപ്പോൾ എന്നെ തൊട്ടത് മാതാവാണെന്ന് എനിക്ക് ഉറപ്പായി. ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൃപാസനത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഇത്രയും റിഫ്രഷ്മെൻ്റായിട്ട് വീട് വരെ തിരിച്ചെത്തിയത്. ഇത് എനിക്ക് തന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് പറയാനുള്ള 2 കാര്യങ്ങളാണ് മാതാവിൽ നിന്ന് എനിക്കുണ്ടായ പ്രസൻസ്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു മലങ്കരക്കാരനാണ്. എൻ്റെ പള്ളിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന, അൾത്താര ശുശ്രൂഷയിലൊക്കെ നല്ല രീതിയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. പാട്ട് പാടാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിൽ ഈശോയുടെ മുമ്പിൽ ഒരു പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ പല കാരണങ്ങളുമുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ കുറച്ച് ഡീമോട്ടിവേഷൻ രീതിയിലുള്ളൊരു കാര്യം, അത് ചെറുതൊന്നുമല്ല, ഒരു 10-13 വർഷം ഞങ്ങളത് അനുഭവിച്ചു. അപ്പോൾ പള്ളി പോകേണ്ടിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു മറ്റൊരു ദേവാലയത്തിൽ, മലങ്കര ദേവാലയത്തിൽ തന്നെ പോയി സ്റ്റിൽ ആക്റ്റീവ് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരുന്നു. ആ ദേവാലയം പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എനിക്ക് ആ ദേവാലയത്തിൻ്റെ കൂദാശയിൽ പങ്കെടുക്കാൻ പറ്റി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ അപൂർവം കിട്ടുന്നൊരു ചാൻസാണ് ദേവാലയ കൂദാശകളുടെ അതിൽ ഭാഗഭാഗമാകുക എന്നുള്ളത്. എനിക്ക് അതിൻ്റെ ഗായക ശുശ്രൂഷയുടെ കൊയർ മാസ്റ്റർ ആവാൻ പറ്റി, അതിൻ്റെ മേൽനോട്ടങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാൻ പറ്റി. ഇത് കണ്ടിട്ട് എൻ്റെ ഇടവകയിലുള്ളവർ എന്നെ തിരിച്ചു വിളിച്ചു. എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവായിട്ട് എൻ്റെ മാതൃദേവാലയത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഡിഗ്രി തിരിച്ചു തന്നതിനേക്കാളും ഏറ്റവും ഞാൻ സന്തോഷിക്കുന്ന കാര്യങ്ങളാണ് മാതാവിൻ്റെ പ്രസൻസ് കിട്ടിയതും എനിക്കിപ്പോൾ എൻ്റെ മാതൃദേവാലയത്തിൽ സന്തോഷമായിട്ട് പങ്കെടുക്കാൻ പറ്റുന്നത്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. ഇതിനുവേണ്ടി ഞാൻ ദൈവമാതാവിനോട് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അതൊരു ഊർജ്ജമാണ്. നമുക്ക് ഇവിടുന്ന് ഉടമ്പടി പത്രം കിട്ടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനകത്ത് കൊടുത്തു തീർത്തില്ലെങ്കിൽ ഒരു കുറ്റബോധം വരും മനസ്സിലൊരു, ഞാൻ എന്ത് വലിയൊരു തെറ്റ് ചെയ്തെന്ന്. ലിറ്ററലി അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് വരുന്നുണ്ടെന്നൊരു ബോധം വരും. ഞാൻ 3 അല്ലെങ്കിൽ 4 ദിവസത്തിന് അപ്പുറം പോവാറില്ല. അത്ര എനർജറ്റിക് ആയിട്ട് ഞാൻ പത്രം കൊടുത്തു തീർക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മയും പപ്പയൊക്കെ
പ്രവർത്തിക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഞാനും എൻ്റേതായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് അമല എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്ത് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂൺ 9-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വലത് കാലിൻ്റെ ചെറിയ വിരൽ ഇങ്ങനെ വല്ലാതെ അങ്ങ് വീർത്ത് വരണുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പോൾ ഡയബറ്റിക്കാണ്. പിന്നെ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചപ്പോൾ പുള്ളി വന്നില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വിരൽ ഭയങ്കരമായിട്ട് വലുതായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുട്ടിൻ്റെ അതുവരെ ഭയങ്കര നീരും ചുമന്ന കളറും ഒക്കെ അങ്ങായി. അപ്പോൾ പുള്ളിക്ക് ചെറിയ വേദന വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വിരൽ നല്ലോണം പഴുത്തിട്ടുണ്ട്, അത് മുറിച്ച് കളയണം. പുള്ളിക്ക് ഡയബറ്റിക് ആയതുകൊണ്ടാണ് ആ വേദന അറിയാത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വിരൽ പ്രതീക്ഷിക്കുകയേ വേണ്ട, പിന്നെ ഇനി സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേ എല്ലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, ഇനി സർജറി ചെയ്യണ സമയത്ത് ബാക്കി മേളിലൊക്കെ എന്തെങ്കിലും വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാരി ഹിന്ദുവാണ്. അവരിവിടെ വന്ന് സാക്ഷ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പത്രം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നു. അപ്പോൾ ഞാനത് വായിച്ചു നോക്കി. എന്നിട്ട് എൻ്റെ ന്യൂസ് പേപ്പർ മടക്കി വയ്ക്കുന്ന കൂട്ടത്തിൽ ഞാനങ്ങ് മടക്കി വെച്ചു. ഞാൻ മാതാവിനോട് കൊന്തയൊക്കെ ചെല്ലുന്ന ആളാണ്, പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ തോന്നി, ഞാനങ്ങനെ വെച്ചു. കുറച്ച് കഴിഞ്ഞ് പുള്ളി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു. 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, തിരിച്ചു വന്നു. വിരൽ മുറിക്കേണ്ടി വന്നില്ല. ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് എന്നോട് ചോദിച്ചു ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പുള്ളി വിശുദ്ധ തൈലവും കാശുരൂപമൊക്കെ വെച്ചു. എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ കുരിശ് വരച്ച് മുട്ടുകുത്തി നിന്ന് പുള്ളിക്കാരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എൻ്റെ ഭർത്താവിൻ്റെ കാലിലേക്ക് വീണു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. പുള്ളിക്കാരി ഹിന്ദുവാണ്, ആ പുള്ളിക്കാരിക്ക് തോന്നിയൊരു വിശ്വാസവും ഒന്നും എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എങ്ങനെയോ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഇവിടുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയാൻ അറിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പറയുന്ന പറഞ്ഞ് ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ 9:30 ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നാളെ വർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് കൃപാസനത്തിൽ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ രാത്രിയിൽ ഇനി അങ്ങനെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ വന്ന ആ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. രാത്രി 2 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു. ആദ്യത്തെ ബാച്ചിൽ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് 2ാമത്തെ പുതുക്കലിന് ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ ബാത്റൂമിൽ നിന്ന് കയറിയപ്പോൾ മുറിക്കകത്തോട്ട് വീണ് എൻ്റെ വലത് കാലിൻ്റെ 2 എല്ലുകളും കംപ്ലീറ്റ് പൊട്ടിമാറി കാലിൻ്റെ കുഴയിൽ നുറുങ്ങിപ്പോയി. അപ്പം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം രാത്രി 2 മണിക്കാണ് 6 ഹോസ്പിറ്റലുകൾ എന്നെ മാറി മാറി കൊണ്ടുപോയിട്ട് ആരും എൻ്റെ കാലിൻ്റെ ഷേപ്പും നീരും ഒക്കെ കണ്ടിട്ട് അവർ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ ഞാൻ ആ വേദനയുടെ സമയത്തും ആ 2 മണി മുതൽ 6 മണിക്കാണ് ഒരു ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തത്. ആ 6 മണി വരെയും ഞാൻ ഒരു സങ്കടവും ഇല്ലാതെ പരാതി ഇല്ലാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അടുത്ത ദിവസം എൻ്റെ കാല് സർജറി കഴിഞ്ഞു. 2 സ്റ്റീലിട്ടു, 1 പ്ലേറ്റും ഇട്ടു. ഭയങ്കര വേദന. അപ്പോൾ സർജറി കഴിഞ്ഞ് എന്നെ ഐസിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ എൻ്റെ മുട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നേഴ്സുമാർ പറഞ്ഞു, ഡോക്ടർ വന്ന് നോക്കി എനിക്ക് ഇഞ്ചക്ഷനൊക്കെ തന്നെങ്കിലും ആ ബ്ലീഡിങ് എങ്ങനെ കുറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. കാല് ഇൻഫെക്ഷനായി. അപ്പോൾ ഞാൻ ഈ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതാകുമ്പോൾ എനിക്ക് എണീക്കാൻ വയ്യാത്തത് കൊണ്ട് മോളെ കൊണ്ട് ഉടമ്പടി തൈലം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാല് ഇൻഫെക്ഷനായപ്പോൾ ടെസ്റ്റിന് അയച്ചപ്പോൾ ഞാൻ ഈ കാശുരൂപം വെച്ച് അവിടെ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചമ്മേ എനിക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാവരുത്, കാരണം ഓൾറെഡി എൻ്റെ ശരീരത്തിൽ നേരത്തെ 8 സർജറി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒരു സർജറിക്കും കൂടി എനിക്ക് പറ്റത്തില്ല. എനിക്ക് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 10 ദിവസമായപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ വന്ന് ഒന്നര വീട്ടിൽ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എൻ്റെ കോട്ടൺ പാഡ് 4 എണ്ണമാണ് എൻ്റെ മുട്ടിൽ വെച്ച് കെട്ടിത്തരുന്നത്. പക്ഷേ എന്നാലും വീട്ടിൽ വരും, അരമണിക്കൂർ കൊണ്ട് വീട്ടിലെത്തും. പക്ഷേ എൻ്റെ മുട്ടിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 1.5 മാസമായി. എക്സ്റേ എടുത്തപ്പോൾ എൻ്റെ കാലിന് ഒരല്പം പോലും ഊറി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 15 ദിവസം കൂടെ നോക്കിയിട്ട് അതിങ്ങനെ എല്ലാം ഊറി പിടിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ ഇടുപ്പിൽ നിന്ന് വെട്ടിയെടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞു. മേജർ സർജറിയാണ്. അപ്പോൾ 2 എണ്ണം ചെയ്യണം, ഇടുപ്പിലും ചെയ്യണം, മുട്ടിലും ചെയ്യണം. അപ്പോൾ കുറേ നാളത്തേക്ക് നടക്കാനൊന്നും പറ്റില്ല. പിന്നെ എത്ര കാലം എടുക്കുമെന്ന് അറിയില്ല, ഞാൻ ഡയബറ്റിക്കാണ്. അപ്പോൾ വീട്ടിൽ വന്ന് 15 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലവും വെച്ച് കുരിശ് വരച്ച് കാശുരൂപം എൻ്റെ ഈ മുട്ടിൽ വെച്ച് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ ഞാൻ പോയില്ല. 25 ദിവസം കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ ഡോക്ടർ വീണ്ടും എക്സ്റേ എടുത്ത് നോക്കിയപ്പം
അത് ഒരറ്റം ഇങ്ങനെ ചെറുകെ ഊറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സർജറി വേണ്ട, ക്രമേണ അങ്ങ് ശരിയാക്കിക്കോളും. പിന്നെ ഇത് എന്ത് അത്ഭുതമാണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ്, അല്ലാതെ സർജറി. ഇപ്പോൾ ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് ഞാനൊരു സർജറി പ്രതീക്ഷിച്ചു. അപ്പോൾ ഇനി ഒത്തിരി വലിയൊരു സർജറി, 2 മേജർ സർജറി ഒരു കാലി ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ആൻറ്റിബയോട്ടിക്സ് പിന്നെയും കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഈ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് തലച്ചുറ്റലായി. ഈ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ആൻറ്റിബയോട്ടിക്സ് മാറ്റി തന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഭയങ്കര തലച്ചുറ്റലായപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ കൊടുത്തിട്ട് പറഞ്ഞു ഈ ഗുളിക എനിക്ക് പറ്റില്ല, കൊണ്ടുവന്ന് കൊടുത്ത് മാറി മേടിക്കാൻ പറഞ്ഞു. പക്ഷേ പുള്ളി അങ്ങോട്ട് പോയ പുറകെ ഞാൻ ഈ കാശ് രൂപ എടുത്ത് പറഞ്ഞപ്പോൾ ഇനി ഈ ഗുളിക കഴിക്കാൻ എനിക്ക് ശക്തിയില്ല, കാരണം ഞാൻ മെലിഞ്ഞ ഒരു പരുവായി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എണീറ്റിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്കിനി ഗുളിക കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇനി എൻ്റെ അടുത്ത് ഗുളിക ഈ ആൻറ്റിബയോട്ടിക്സ് വേണ്ടാന്ന് പറയണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് തലച്ചുറ്റലായതുകൊണ്ട് തന്നെ എണീക്കാൻ പറ്റില്ല. മോളോട് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് എന്നെ എണീപ്പിച്ച് നിർത്തിയപ്പോൾ എൻ്റെ മുട്ടിൽ നിന്ന് ഏതാണ്ട് സാധനം താഴട്ടങ്ങ് വീണു. അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്മയുടെ കാലിൽ കെട്ടിയിരുന്ന കെട്ടാണ് താഴേക്ക് വീണതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 മാസമായിട്ടും എൻ്റെ ഒരു സ്റ്റിച്ചുകൾ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് മുറിവ് കരിയാത്തത് കൊണ്ട്. പക്ഷേ നോക്കിയപ്പം എൻ്റെ മുട്ടിൻ്റെ നല്ല പോലെ മുറിവ് കരിഞ്ഞ് രക്തത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. മോള് പറഞ്ഞു വേറൊരു കോട്ടൺ വെച്ച് കെട്ടിത്തരാമെന്ന് പറഞ്ഞു. അവൾ വേറൊരു കോട്ടൺ എടുത്തിൻ്റെ കാലിലേക്ക് വെച്ച് കെട്ടി. പക്ഷേ പിന്നീട് എൻ്റെ മുട്ടിൽ നിന്ന് ബ്ലഡ് വന്നതുമില്ല. പിന്നെ പോയപ്പോൾ എൻ്റെ സ്റ്റിച്ചുകളെല്ലാം എടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സർജറി ഇല്ലാതെ എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരിത് കിട്ടി. ഞങ്ങളൊരു വീട് പുതിയതായിട്ട് പണിതതാണ്. അപ്പോൾ കുറച്ച് ലോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വിൽക്കണമെന്ന് വിചാരിച്ചു. നല്ലൊരു വീടാണ്, റോഡ് സൈഡിലാണ്, നല്ല ഭംഗിയുള്ള പുതിയ നല്ലൊരു വീട്. അപ്പോൾ വീട് വിൽക്കാനിട്ടു. എല്ലാവരും വന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടമായി. ഇപ്പോൾ ഞങ്ങളോട് പറയും ഭാര്യയെ കാണിക്കട്ടെ, അല്ലെങ്കിൽ അമ്മയെ പപ്പയൊന്നും കൊണ്ട് കാണിക്കട്ടെ, ഞങ്ങൾക്ക് വീട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ അവർ വരത്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു 7 വർഷമായി ഞങ്ങൾ ഈ വീട് വിൽക്കാനിട്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവർ പറഞ്ഞു അത് നിങ്ങൾ താമസിക്കുന്നത് കൊണ്ടാണ് ഒരു പാർട്ടി വന്ന് വാങ്ങിക്കാത്തത്, നിങ്ങളൊന്ന് മാറി താമസിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ വേറൊരു വീട് വാടകയ്ക്ക് എടുത്തു. ഞങ്ങളങ്ങോട്ടങ്ങ് താമസം മാറി. എന്നിട്ട് വീട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടു. പക്ഷേ 1 കൊല്ലം ഞങ്ങൾ മാറി താമസിച്ചിട്ടും ഇതേ തന്നെയാണ്, ആൾക്കാർ വരുന്നു, പക്ഷേ ആരും ഒന്നും കച്ചവടമൊന്നും ആകുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി, കാരണം 1 കൊല്ലം കൊണ്ട് വാടക വീട്ടിൽ താമസിക്കുന്നു, തൊട്ടടുത്ത് തന്നെ ഇത്രയും നല്ലൊരു വീട് കിടക്കുമ്പോൾ വിഷമം തോന്നി. ഞങ്ങൾ തിരിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ താമസം മാറി. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പ് വൈകുന്നേരത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളുടെ വീടിൻ്റെ 4 മൂലയ്ക്കും ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങൾ കച്ചവടം നടക്കാത്തതുകൊണ്ട് 55 ലക്ഷം രൂപയാണെങ്കിൽ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ നിന്ന് കമ്മീഷൻ കൊടുക്കണം. പക്ഷേ 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ വീട് 61 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ആവുകയും ചെയ്തു. 1 രൂപ പോലും ഞങ്ങൾക്ക് ബ്രോക്കർ ഫീസ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പം പെട്ടെന്ന് തന്നെ വസ്തുവിൻ്റെ അതിൻ്റെ പ്രമാണവും കഴിഞ്ഞു. അത് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം. പിന്നെ 4ാമത്തെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വീടുണ്ടായിരുന്നില്ല. 14 വർഷമായിട്ട് ഒരു വീടിന് വേണ്ടി പല വഴികൾ നോക്കണുണ്ട്. കടമെടുത്തിട്ടായാലും ലോൺ കൊണ്ടിട്ടായാലും ഒരു വീട് വെക്കണമെന്ന് വെച്ചാൽ ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ അമ്മ അവിടെ സ്ഥലം മേടിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഞാനും മോനും കൂടി കാശ് രൂപം കൊണ്ടുപോയി അവിടെ വെച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അവർക്കൊരു വീട് വേണമെന്ന്. ഇപ്പോൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻകാർ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുത്തു. ഇന്നലെയായിരുന്നു അമ്മയുടെ വീടിൻ്റെ മെയിൻ വാർപ്പ്. അത് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ആദ്യം എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പള്ളി മാത്രം കൊടുത്തു. പുതുക്കിയിട്ട് മേടിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ കാരവടി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പത്രം കൊടുക്കും. അപ്പോൾ കുറച്ച് കുട്ടികൾ ഒരു സൈഡിൽ കൂടെ വരും. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ വരികയാണെങ്കിൽ ഞാൻ ക്രോസ് ചെയ്ത് പോയി അപ്പുറത്ത് കൊടുത്തു. അങ്ങനെ അപ്പുറവും ഇപ്പുറവും ക്രോസ് ചെയ്ത് ഞാൻ ഈ പത്രം മുഴുവനും മണിക്കൂറുകൾക്കുള്ളിൽ കൊടുത്ത് തീർക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം, ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനകൾ, സാക്ഷ്യങ്ങൾ, ഇതൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഈശോയും മാതാവിനെയും കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരവസരങ്ങൾ പോലും ഞാൻ പാഴാക്കി കളയാറില്ല. എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ കളിയാക്കിയാലും ഞാൻ പറയും. അത് പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അന്ന് ഞാൻ ചെയ്യുന്നത് അവർക്ക് ഫുഡ് കൊടുക്കും. പക്ഷേ ഞാൻ അവരെ തൊടാനോ അവരുടെ അടുത്തേക്ക് പോകാനോ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ ഞങ്ങളവർക്ക് ഫുഡ് കൊടുക്കും. അവരുടെ കൂടെ അവർക്ക് വിളമ്പി കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ അവരുടെ കൂടെ തീർന്ന് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് അവരെ ഗ്രൗണ്ടിൽ ഹാളിലോട്ട് കൂട്ടും. അപ്പോൾ എൻ്റെ 2 മക്കൾ നന്നായിട്ട് പാടും. ഞങ്ങൾ ഒത്തിരി പാട്ടുകളൊക്കെ അവർക്ക് പാടിക്കൊടുക്കും. അവർക്ക് അറിയാവുന്ന പോലെ അവർ പാട്ടുകൾ ഞങ്ങളോട് പാടും, ഞങ്ങൾ പാടി കേൾപ്പിക്കും. പിന്നെ പേഴ്സണലി അവർക്ക് ഞങ്ങൾ എന്തൊക്കെ ഫുഡ് കൊണ്ടുപോയാലും അവർക്ക് പേഴ്സണലി അവർക്ക് കൊടുത്തവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ അവർക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങളവിടെ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് അതുപോലെ ഞങ്ങൾ ചെയ്യും. അതങ്ങനെ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ചില ആളുകളെ അസുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
പിന്നെ ഞങ്ങൾ എന്ത് സഹായം ചെയ്യുമ്പോഴും ഞങ്ങൾ 2 മക്കളെ കൂടെ കൂട്ടും. കാരണം നാളെ ഞങ്ങൾ ഇല്ലാതെ വന്നാൽ അവരത് തുടർന്ന് കൊണ്ടുപോകണമല്ലോ എന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാരുണ്യ പ്രവൃത്തികളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയൊന്നും കൂടുന്ന ആളായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കൂടും. ബൈബിൾ കൃത്യമായിട്ട് വായിക്കും. ഒറ്റ ദിവസം പോലും ഞാൻ മുടക്കാറില്ല. ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്താലും എനിക്ക് അസുഖമായാലും ഞാൻ 12 മണിക്ക് മുമ്പ് ബൈബിൾ വായിച്ചിരിക്കും. അത് കുറച്ചല്ല, 10 അധ്യായമെങ്കിലും ഞാൻ ധ്യാനങ്ങളൊന്നും മിസ്സാക്കാറില്ല. എല്ലാം കൂടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് പറ്റുന്ന പോലെ എല്ലാം ഞങ്ങൾ എല്ലാം പ്രാർത്ഥനാ സഹായങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. ഇനി എൻ്റെ മരണം വരെയും ഇപ്പം ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പരാതിയില്ല. മാത്രവുമല്ല, പണ്ട് എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ ഞാൻ പറയുമായിരുന്നു, അമ്മ നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഏത് കുപ്പിയിലാണോ എൻ്റെ കണ്ണീര് ശേഖരിച്ച് വച്ചേക്കണേ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് പരാതിയേ ഇല്ല. കാരണം എനിക്ക് എത്ര കണ്ണുനീര് തരുന്നോ, എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അതിനേക്കാൾ വലുതായിരിക്കും. അതൊരിക്കലും ഒരു സാമ്പത്തികമോ അല്ലാത്ത ഭൗതികമോ ആണെന്ന് ഞാൻ വിശ്വസിക്കണില്ല. എനിക്കല്ലാത്ത നേട്ടങ്ങൾ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.